ഇന്ന് ലോക ഉറക്ക ദിനം. പണ്ട് നമ്മൾ കേട്ടുമറന്ന ഒരു കഥയുണ്ടല്ലോ, ആമയും മുയലും. ആമയും മുയലിൻ്റെയും ഓട്ടപ്പന്തയത്തിൽ സേഫ് സോണിൽ സുഖമായി ഉറങ്ങിയ മുയൽ ആമയുടെ അടുത്ത് പരാജയപ്പെട്ടു പോയതായിട്ട് നമ്മൾ കേട്ടല്ലോ. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അതുപോലെ തന്നെ സേഫ് സോൺ കണ്ടപ്പോൾ കിടന്നുറങ്ങിയതാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതെന്ന്. ഇത് നല്ലൊരു കഥയാണ്. ഇന്ന് പരീക്ഷ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കൊച്ചുമക്കൾക്ക് ഈ സേഫ് സോണുകളിൽ കിടന്നുറങ്ങുന്നതും ഓവർ കോൺഫിഡൻസും അവരുടെ ജീവിതത്തെ തളർത്തുന്നുവെങ്കിൽ, ഈ ഉറക്കത്തിൻ്റെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു തലത്തിലേക്കാണ്. കാരണം ഇന്ന് മനുഷ്യന് ഉറക്കമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 3 തരത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഒന്ന്, സുഖമായിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഉറക്കം നടിക്കുന്നവരുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. സുഖമായിട്ട് ഉറങ്ങുന്നവൻ നന്നായിട്ട് ഉറങ്ങുന്നു, അവന് സുഖനിദ്ര ലഭിക്കുന്നു. എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഒരിക്കലും നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഉറക്കം നഷ്ടപ്പെട്ടു പോയവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇന്ന് ധാരാളമായി സ്ക്രീൻ ടൈം കൂടുതലാണ്. അവൻ്റെ മാനസികവും ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, തളർച്ചകൾ ഉണ്ടാവുകയാണ്, തകർച്ചകൾ ഉണ്ടാവുകയാണ്. അതിലൂടെ അവൻ രോഗബാധിതനായിട്ട് മാറുകയാണ്. പണ്ട് നമ്മളൊരു ചൊല്ലുണ്ട്, ഒരു ആപ്പിൾ കഴിക്കൂ രോഗത്തെ അകറ്റൂ. ഇന്ന് അതല്ല, നന്നായിട്ട് ഉറങ്ങൂ, സുഖമായിട്ട് ഉറങ്ങിയാൽ രോഗത്തെ അകറ്റുവാനായിട്ട് സാധിക്കും. ഉറക്കമില്ലായ്മ മനുഷ്യൻ്റെ ജീവിതത്തെ തളർത്തി കളയുകയാണ്. നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പിംഗ് പിൽസ് ധാരാളമായിട്ട് കഴിക്കാറുണ്ട്. ധാരാളം എന്നല്ല, നമ്മൾ കഴിക്കാറുണ്ട്. അതിലൂടെ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷേ ഉറക്കം എണീക്കുമ്പോൾ പിന്നെ സുഖമോ സന്തോഷമോ സമാധാനമോ ലഭിക്കുവാൻ വേണ്ടി ഒരു ഗുളിയും നമുക്ക് ഈ ലോകത്ത് ലഭിക്കുകയില്ല. അത് അവനവൻ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സന്തോഷിപ്പിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന്. അതായത് നമ്മൾ കർത്താവിലാണ് സന്തോഷം കണ്ടത്. നമ്മൾ സന്തോഷത്തോടു കൂടി ആയിരിക്കാം നിനക്ക് സുഖനിദ്ര ലഭിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5:6 പറയുന്നു, അവിടുത്തെ ശക്തമായ കരങ്ങൾക്കീഴിൽ എളിമയോടുകൂടെ നീ താഴ്മയോടുകൂടി നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ഈ ലോക ഉറക്ക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമുക്ക് നേരിടാൻ. നന്നായിട്ട് ഉറങ്ങുക, സമാധാനത്തോട് ഉറങ്ങുക. നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ സന്തോഷം നിങ്ങൾ പൂർണ്ണമായും കണ്ടെത്തി സമാധാനത്തോടു കൂടെ ഉറങ്ങാൻ കഴിയട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും സ്നേഹത്തോടെ നേരുന്നു. നന്ദി.